ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുവദിച്ചിരിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. ലോകത്തിൻ്റെ കണ്ണുകളിൽ ഏറ്റവും വലിയ മിഥ്യ, അതായത് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു പരമസത്യമാണ് സ്വർഗമെന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില സൂത്രവാക്യങ്ങൾ നിങ്ങളോട് പറയാണ്. a+b² + c a⁻m×a⁻n. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് അത് എന്താണെന്നറിയാൻ സാധ്യത കുറവെന്ന് തോന്നുന്നത്. ലോഗരിതം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ 1980 കാലഘട്ടങ്ങളിൽ ഞാൻ പഠിച്ച ഓർമ്മയ്ക്കാണ്. അത് ഇങ്ങനെ എഴുതിയിട്ട് അത് ലോഗരിതമായിട്ട് കൂട്ടി കുറച്ച് ഹരിച്ചെടുക്കണം. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ആ സൂത്രവാക്യം അറിയത്തില്ലാത്തതിൻ്റെ ഓർത്ത് എംബോസിഷൻ എഴുതിയതുകൊണ്ട് ആ സൂത്രവാക്യം ഓർത്തിരിക്കുകയാണ്. a+b² + c a⁻n×a⁻m. അതൊരു സൂത്രവാക്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ആ രീതിയിൽ ആ പറഞ്ഞ സൂത്രവാക്യത്തിൽ കൂടെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലെത്തും. അതിൻ്റെ കണ്ടെത്തലുകൾ അവസാനിക്കും, അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തും. ഇനി മറ്റേ I=PNR എന്ന് പറഞ്ഞാൽ എന്താണ്? I=PNR. ഇതിപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബാങ്കിൻ്റെ പ്രിൻസിപ്പിള്, അതായത് മൂലധനം, പലിശയുടെ റേഷ്യോ, അതിൻ്റെ ശതമാനം, കൂട്ടുപലിശ, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്ന ഒരു സൂത്രവാക്യമാണ്. ഈ സൂത്രവാക്യത്തിൽ കൂടെ ബാങ്ക് മാനേജറോ അതിൻ്റെ കണക്ക് ചെയ്യുന്ന ആളോ കൂട്ടിയെടുക്കുമ്പോഴാണ്, അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പലിശയുടെ കാര്യം, നമ്മൾ ലോൺ എടുത്ത ആളുടെയും ബാങ്കിൻ്റെ മൂലധനത്തെക്കുറിച്ചും ഒക്കെയുള്ള കണക്കും കാര്യങ്ങളും ശരിയാണ്. അത് ആ സൂത്രവാക്യത്തിൽ കൂടെ പോകാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളും കറക്റ്റാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. I=PNR. അപ്പോൾ അതങ്ങനെ. പിന്നെ മറ്റൊരു കാര്യമാണ്, നമുക്കറിയാം നമ്മുടെ ഈ റോക്കറ്റുകൾ മേലേക്ക് പോകുന്ന നമ്മൾ കാണുന്നത്. നമ്മുടെ ബഹിരാകാശത്തേക്ക് പോകുന്ന റോക്കറ്റുകൾ ഇന്ത്യയും മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ വിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിടുമ്പോൾ 1500, 2000, 2500 ടണ്ണ് ഭാരമുള്ള ഭീമാകാരമായ റോക്കറ്റുകൾ. അതിനെ താങ്ങി നിർത്തുന്ന ആ സ്റ്റാൻഡുകൾ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു. അത് 1, 2, 3 എന്ന് പറഞ്ഞ 10 വരെ താഴോട്ടാണ് ഡൗൺ ചെയ്യുന്നത്. 10, 9 പറഞ്ഞ് എണ്ണി അവസാനം 1 വരുന്നു. 0 വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് വളരെ ശക്തമായിട്ട് തീയ് ഇതിൻ്റെ താഴേക്ക് തള്ളുകയും ഈ ടണ്ണ് കണക്കിന് ഭാരമുള്ള സാധനം മേലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അത് നമ്മൾ കാണാറുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ ഈ സാറ്റലൈറ്റ് ഉപകരണമൊക്കെ ബഹിരാകാശത്തെത്തുന്നത്. അത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പെട്രോൾ ഉപയോഗിച്ചാണ് അവിടെ കത്തിക്കുന്നെങ്കിൽ ഈ റോക്കറ്റ് മേലേക്ക് പൊന്തില്ല. ഡീസൽ ഉപയോഗിക്കുന്നെങ്കിൽ ഇല്ല. നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റവിൻ്റെ ഗ്യാസ് ഉപയോഗിക്കുന്നെങ്കിൽ പൊന്തില്ല. അപ്പോൾ അതിന് ആ റോക്കറ്റ് മേലേക്ക് പൊന്തണമെങ്കിൽ, അത്രയും ടണ്ണ് കണക്കിന് ഭാരത്തെ മേലേക്ക് പൊന്തിക്കണമെങ്കിൽ അതിന് ദ്രവീകൃത ഹൈഡ്രജൻ വേണം. അതിൻ്റെ ദ്രവീകൃത ഹൈഡ്രജൻ അല്ലാതെ അതിൻ്റെ ചൂടുള്ള ഹൈഡ്രജൻ ആണെങ്കിൽ അത് പുറത്തൊന്നും വയ്ക്കാൻ പറ്റില്ല. സൂര്യപ്രകാശം കാണുമ്പോൾ തന്നെ തീ പിടിക്കും, അത് വലിയ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനെ -20 ഡിഗ്രി തണുപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് തണുപ്പിച്ച ഇന്ധനത്തെയാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ശക്തി, അതിൻ്റെ സിസ്റ്റം, അതിലടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആ ശക്തി ഉപയോഗിച്ചാണ് അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് ഇവിടുന്ന് കണക്ക് കൂട്ടുകയാണ്. ഈ കണക്കുകളെല്ലാം കൂട്ടി ഇത്ര ടണ്ണ് ഭാരം, ഇത്ര ലിറ്റർ ദ്രവീകൃത ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ് മേലേക്ക് പൊന്തിക്കുന്നത് എന്നുള്ള കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മേലേക്ക് പോകുന്നത്. ഇനി നമുക്കറിയാം ഐസക് ന്യൂട്ടൻ്റെ ഒരു കണക്കുണ്ട്. അതായത് ഒരു വസ്തു, അതിൻ്റെ ഏറ്റവും ചെറിയ കണമെന്ന് പറയുന്നത് പണ്ട് ആദ്യമൊക്കെ തന്മാത്രയായിരുന്നു. പിന്നീട് അത് വീണ്ടും ആ തന്മാത്രയെ വിഭജിച്ചുകൊണ്ട് അത് ആറ്റമാക്കാമെന്നും, ആറ്റത്തിനെ വീണ്ടും വിഭജിക്കാൻ സാധിച്ചാൽ അത് ന്യൂക്ലിയസും ഇലക്ട്രോണും പ്രോട്ടോണും ആയിട്ട് മാറുന്നു. അങ്ങനെ മാറുന്ന സാഹചര്യത്തിൽ വലിയ ഊർജ്ജം ഉണ്ടാകുമെന്നും ഒക്കെ കണ്ടുപിടിച്ചാൽ അതാണ് അണുബോംബിൻ്റെ സംവിധാനം. അത് മാസ്, അതായത് അതിനൊരു ന്യൂട്ടൻ്റെ ഒരു തിയറി ഉണ്ട്. ആ തിയറി അനുസരിച്ചാണ്, ആ തിയറിയിൽ കൂടെ പോകുമ്പോഴാണ് എങ്ങനെ അതിൻ്റെ ആ ന്യൂക്ലിയസ് സംവിധാനമൊക്കെ മനസ്സിലാവുന്നതും ഒരു അണുബോംബായിട്ടോ അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമായിട്ട് മാറുന്നു. അതിനകത്തൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യത്തിൽ കൂടെ പോയാൽ അതതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാനിതൊക്കെ നിങ്ങൾ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ചില വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ വചനങ്ങൾ സ്വർഗം എന്ന സത്യത്തെക്കുറിച്ച്
വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ചില കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി ആത്മീയ തലത്തിൽ കൂടെ എത്തിച്ചേരുമ്പോഴാണ് ഇത് പരമസത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ന്യൂട്ടൻ്റെ മാസ്. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു മെത്തേഡുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്. അത് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്കറിയാം ഈ സംഭവങ്ങളൊക്കെ അതിൻ്റേതായ ഒരു റൂട്ട്, ആ റൂട്ടിൽ കൂടെ പോയാലേ, ആ മെത്തേഡിൽ കൂടെ പോയാലേ, ആ സൂത്രവാക്യത്തിൽ പോയാലേ, ആ സിസ്റ്റം അനുസരിച്ച് പോയാൽ മാത്രമേ ആ വസ്തുവിൻ്റെ അല്ല ആ ശാസ്ത്രീയന്മാർ അല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിച്ച ആശയത്തിൽ അല്ലെങ്കിൽ പൊരുളിലെത്താൻ പറ്റുള്ളൂ. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സ്വർഗം എന്ന സത്യത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം മുതൽ നമ്മൾ വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടും. പാതാളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പാതാളത്തെക്കുറിച്ച് ഗ്രഹിച്ചാലേ മനസ്സിലാക്കിയാലേ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമേ പറഞ്ഞിരുന്നു വെളിപാടിനെ വെളിപ്പെടുത്തലെന്ന ഭാഗം. ഇത് നമ്മൾ 7-ാം ഭാഗമാണ് എടുക്കുന്നത്, വെളിപാടിനെ വെളിപ്പെടുത്തലുള്ള 7-ാം ഭാഗം. അപ്പോൾ ഈ 7-ാം ഭാഗത്ത് നമ്മൾ ഇനി പാതാളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ടും അത് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് പാതാളത്തിൻ്റെ എതിർഭാഗമാണ് സ്വർഗം. ആ ഒരു പോയിന്റിലേക്ക് വരണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പാതാളം രൂപപ്പെട്ടാൽ തൊട്ടപ്പുറത്ത് എന്തു സംഭവിക്കും? സ്വർഗവും രൂപപ്പെടും. അത്രയും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി സ്വർഗത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് സ്വർഗം സമചതുരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നും 2250 കിലോമീറ്റർ നീളം, വീതി, സംവേദന കനം, അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു, അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ടുകൊണ്ട് നഗരം അളന്നു 12,000 സ്ഥാദിയോൻ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിലും അളന്നു, മനുഷ്യൻ്റെ തോതനുസരിച്ച് 144,000 മുഴം. അതുതന്നെയായിരുന്നു ദൂതൻ്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും, സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു ആ നഗരം. നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തിനും രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. അതിൻ്റെ അലങ്കാര ഭാഗത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ 12,000 സ്ഥാദിയോൺ എന്ന് പറഞ്ഞാൽ 2250 കിലോമീറ്റർ ആണെന്ന് അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അടിയിൽ തന്നെ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇത് വെച്ചിങ്ങനെ കണക്കൂട്ടി കർത്താവ് തന്ന സന്ദേശം അനുസരിച്ച് ഈ സ്വർഗത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 2250 കിലോമീറ്റർ നീളം, വീതി, ഉയരം, കനം, സമചതുരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യക്തമാണ് ഇതുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാങ്കല്പിക തലത്തിലല്ല സ്വർഗം നിലനിൽക്കുന്നത്. ഒരു സ്വർഗമുണ്ടെന്നൊക്കെ വിശ്വസിച്ചാൽ മതി. ബൈബിളിൽ എവിടെയൊക്കെയോ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കുമെന്ന് പറയുന്നു, അവിടെ കൊണ്ടേ ആക്കുന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എന്താ നമുക്കൊരു സാങ്കല്പിക ചിന്ത പോലും സ്വർഗത്തെക്കുറിച്ചില്ല. എന്നാൽ ഇനി മുതൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിച്ചു വെക്കേണ്ട ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം, ഇനി മഹാപീഡനങ്ങളും പ്രശ്നങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ആകുലതയുടെയും വലിയ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ, സമൂഹം, രാഷ്ട്രം എടുത്തെറിയപ്പെടുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്വർഗീയ സങ്കല്പമില്ലെങ്കിൽ, സ്വർഗത്തെക്കുറിച്ചൊരു ബോധ്യമില്ലെങ്കിൽ, സ്വർഗത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ, സ്വർഗത്തെക്കുറിച്ചൊരു ജ്ഞാനമോ അറിവോ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ മരണം പോലും ഇതിൻ്റെ പേര് വരിച്ച് അല്ലെങ്കിൽ ഇത്രമാത്രം സഹനം ഏറ്റെടുത്ത് ഈ സ്വർഗത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? എന്നെക്കൊണ്ട് പറ്റിയ ഇത്ര സഹനം സഹിക്കാൻ, അതുകൊണ്ട് ഞാൻ സാത്താൻ്റെ കൂട്ടത്തിൽ പോകുന്നു എന്നുള്ള കണ്ടീഷനിൽ സാത്താൻ്റെ ആ കാലഘട്ടം വന്നു വരുമ്പോൾ അവൻ പറയുന്ന അനുസരിച്ചുള്ളൊരു ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ സാത്താൻ്റെ കൂട്ടത്തിൽ പോവുകയും, എന്നാൽ ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലെത്തി ആണവായുധങ്ങൾ പൊട്ടി ലോകം അപ്രത്യക്ഷമായി ഈ പാതാളം സൃഷ്ടിക്കപ്പെട്ട് സ്വർഗം വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെല്ലാം തെറ്റിപ്പോയല്ലോ ദൈവമേ, സ്വർഗം എന്ന സത്യത്തിലേക്ക് ബോധ്യമുണ്ടായിരുന്ന ആളുകൾ കയറിപ്പോയി. ബോധ്യമില്ലാത്ത ആളുകൾ എന്തായി? അത് അവിശ്വസിച്ചു. അപ്പോൾ ആ ഒരു ചതി, സാത്താൻ ഒരുക്കുന്ന വലിയൊരു ചതി ലോകം അതിൽ ചെന്ന് ചാടും. അത് കാലാന്തരങ്ങളിൽ 2027, 2030, 33 കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ
ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നതിന് മുമ്പേ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇത് സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. എന്താ സമചതുരത്തിൻ്റെ ദൈവിക അർത്ഥം, ദൈവം മനസ്സിൽ കണ്ടിരിക്കുന്ന അർത്ഥം, അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊരു ഈ ബൈബിളിൽ നിന്നുമുള്ള രഹസ്യങ്ങളല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന രഹസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതായത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിച്ച് പറയണം. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നിയാലും പ്രിയ സഹോദരനെ വിഷമം വിചാരിക്കുന്നത് ഞാൻ പറയുകയാണ്. സമചതുരത്തിന് ദൈവം അർത്ഥമാക്കുന്നത് സുസ്ഥിരമായത്, ചലിക്കാത്തത്, സ്ഥിരതയുള്ളത്, അനക്കാൻ പറ്റാത്തത്, മാറിപ്പോകാത്തത് എന്നാണ്. എന്നാൽ ഗോളങ്ങളെ ദൈവം പറഞ്ഞിരിക്കുന്ന വചനം വ്യക്തമായിട്ട് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിനകത്തൊക്കെ പറയുന്നുണ്ട്. ഇതാ ദൈവത്തിന് കൂടെ മനുഷ്യർ കൂടെ അതിനകത്ത് പറയുന്നത് അത് ഞാൻ എടുത്തു തരാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. ഭൂമിയും ഇതിനകത്തുണ്ട്. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, അഗ്നിത്തടാകത്തെ കാണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയും ആകാശവും ഇതവിടെ എഴുതിയിട്ടുണ്ട്. വെളിപാട് 20:11 എഴുതിയിട്ടുണ്ട്. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഊട്ടിയാകുന്നു, അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. അതാണ് വചനം. ആകാശവും ഭൂമി ഓടിയാകുന്നു. ഓടിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ കാല് വെച്ചിട്ട് ചാടി ആകാശവും ഭൂമി ഓടിയാകുന്നതല്ല അർത്ഥം. അത് ഉരുണ്ടിരിക്കുന്ന സാധനമാണ്. അത് ഉരുണ്ട് തന്നെ ഒരൊറ്റ സെക്കൻഡിലങ്ങ് അപ്രത്യക്ഷമാകും. കാരണം ഇതിൻ്റെ ഗുരുത്വാകർഷണ ബലം അഥവാ സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥം എന്ന ആ സംഭവത്തിൻ്റെ സിസ്റ്റം, അതിൻ്റെ ഭാരത്തിൻ്റെ അളവ് മാറ്റം വരും. ഭൂമി, ചന്ദ്രൻ, സൂര്യന് പിന്നെ ഭാരം ഉണ്ടായിരിക്കണമെന്നില്ല, കാരണം ചില പ്രകാശമാണല്ലോ. അപ്പം ചന്ദ്രനും മണ്ണാണ്, ഭൂമിയും മണ്ണാണ്. ഭൂമിയിലാണ് കടലും. ഏറ്റവും ഭാരമുള്ളൊരു ഗ്രഹം തന്നെ ഭൂമിയാണ്. അപ്പോൾ ഇതൊരു ബാലൻസിലാണ് ബാക്കി ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്, സൂര്യനെ ചുറ്റിപ്പറ്റി. അപ്പോൾ ആ ചുറ്റിപ്പറ്റിയിരിക്കുന്നിടത്ത് ഭൂമിയും ചന്ദ്രനും അപ്രത്യക്ഷമാകുന്ന സാഹചര്യം വന്നാൽ ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെടും. ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ ഇത് റൗണ്ടായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനം ദൂരേക്ക് തെറിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയും ആകാശവും ഓടിയാകുന്നു. ഭൂമി ഇല്ലാണ്ടായി, അവൻ്റെ സന്നിധിയിൽ ഭൂമിയും ആകാശവും ഇല്ലാതെയായി, അവയ്ക്കൊരു സങ്കേതം ലഭിച്ചില്ല. അത് തങ്ങി നിൽക്കാനൊരു സ്ഥലമില്ല. എന്നാൽ തങ്ങി നിൽക്കുന്ന സ്ഥലം എപ്പോഴാണ്? ഇപ്പോഴാണ് ഭൂമി തങ്ങി നിൽക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഭൂമി ഇങ്ങനെ തങ്ങി ഒരു ഗോളമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, സൂര്യൻ ഇവിടെ നിൽക്കുന്നു, ചൊവ്വയും ബുധനും യുറാനസ് നെപ്റ്റ്യൂണൊക്കെ അതിൻ്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഈ തങ്ങി നിൽക്കുന്ന സംവിധാനം എപ്പോൾ ഇല്ലാതാവും? ഈ ആണവ ബോംബിൻ്റെ ശക്തമായ സ്ഫോടനത്തിൽ. അത് 1-2 അണുബോംബുകളല്ല പ്രിയപ്പെട്ടവരെ പൊട്ടുന്നത്. ഇത് വ്യൂഹമായിട്ടാണ് പൊട്ടുന്നത്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ 1000-ൻ്റെ ഒരു വ്യൂഹമായിരിക്കും പൊട്ടുന്നത്, ചിലപ്പോൾ 500-ൻ്റെ ആയിരിക്കും, ചിലപ്പോൾ 2000-ൻ്റെ ഒരു വ്യൂഹമായിരിക്കും പൊട്ടുന്നത്. അതിന് സ്ഫോടനം മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം അത് സംഭവിക്കുന്നത് കൃത്യമായിട്ടൊരു ബോധ്യത്തിലേക്ക് ഇപ്പോൾ ലോകം എത്തിയിട്ടുണ്ട്. കാരണം 3-ാം ലോക മഹായുദ്ധം എന്നൊക്കെ വാർത്തകളിൽ ധാരാളം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ദൂരേക്ക് ഇല്ലാതെയായി പോകുമ്പോൾ പ്രപഞ്ചമെന്ന സത്യം, ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിലാണുള്ളത്. പ്രപഞ്ചം നമുക്ക് ഭൂമിയുണ്ട്, മേലേക്ക് നോക്കിയ ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട് കാണുന്നത്. അത് എന്നേക്കുമായിട്ട് ഓടിയകന്നില്ലാതെയാകുമ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? പിന്നെ പ്രപഞ്ചത്തിൽ 2 സംഭവമായിട്ട് പ്രപഞ്ചം ചുരുങ്ങും. 2 സംഭവം മാത്രമായിട്ട് പ്രപഞ്ചം നൽകും. അതിലൊന്ന് നിത്യപാതാളവും ഒന്ന് നിത്യജീവൻ്റെ നിത്യസ്വർഗരാജ്യവുമാണ്. ഇവിടെയാണ് സ്വർഗവും പാതാളവും തമ്മിലുള്ള ബന്ധവും സ്വർഗവും പാതാളം തമ്മിലുള്ള പൂരകാവസ്ഥയും സ്വർഗം സ്ഥാപിക്കപ്പെടുന്നതും പാതാളം സൃഷ്ടിക്കപ്പെടുന്നു. പാതാളം സൃഷ്ടിക്കപ്പെടുന്നു, ഒപ്പം സ്വർഗം സ്ഥാപിക്കപ്പെടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്വർഗത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും, ഏതെല്ലാം വസ്തുക്കൾ കൊണ്ടാണ് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനെ പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ വസ്തുക്കൾ ഇന്ന വസ്തുക്കൾ കൊണ്ടാണ് ഞാൻ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അത് ഞാൻ പറയുന്നത് മഴവില്ല്, സ്വർണം, മിന്നൽപ്പിണ്ട്, ശബ്ദം എന്നൊക്കെ പറഞ്ഞ് 9 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ദ്രവ്യാവസ്ഥയിലെത്തിയ വസ്തുക്കളൊക്കെ ഞാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ അളവിനെക്കുറിച്ചും അത് സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗമില്ല, അതിൻ്റെ ഒരു അളവില്ല, അതൊരു സാങ്കല്പിക സ്ഥലമാണ്, അത് അങ്ങനെ ഒരു വിശ്വാസം വേണ്ട നമുക്ക്. അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ വിശുദ്ധി പ്രാപിച്ച് അതിനകത്തേക്ക് കയറണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കാഴ്ചപ്പാട് ഇനി പാടില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഇത് പരമയാഥാർത്ഥ്യമാണെന്ന്, അതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ, അതിൻ്റെ അളവ്,
അത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഭൂമിക്ക് ചന്ദ്രനും എന്താണ് സംഭവിക്കുന്നത്? പ്രപഞ്ചം മാറ്റപ്പെടുന്നു. ആ സംഭവം നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല പ്രിയപ്പെട്ടവരെ. അത്ര ഭയാനകവും അത്ര മനുഷ്യബുദ്ധിക്ക് അജ്ഞാതവുമാണ്. ഇതൊക്കെ ഇപ്പോഴിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭയാനകതയോ ഭീകരതയോ വിഷമോ തോന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സംഭവം പോലും നോക്കി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ചന്ദ്രൻ അഗ്നിമയമായി മാറും, ചന്ദ്രൻ രക്തമായി മാറും എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലാണ് സ്ഫോടനം നടക്കും. സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഇരുണ്ടാൽ പിന്നെ ഭൂമിയുടെ അന്ധകാരം നമുക്ക് സ്പർശിക്കാവുന്ന അന്ധകാരം, നമ്മുടെ കണ്ണുകൾ എത്ര തുറന്നു വെച്ചാലും പ്രകാശത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത വിധം അന്ധകാരം നമുക്ക് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു വിളക്ക് കത്തിച്ചാൽ അതിനകത്ത് പോലും എന്ത് വേണം? ഓക്സിജനും ഹൈഡ്രജനും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റേതായ രീതിയിലുണ്ടെങ്കിലേ ഒരു വിളക്ക് പോലും കത്തി നിൽക്കും. ഒരു വിളക്ക് പോലും കത്താത്ത പ്രകാശം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരിടത്തും ഇല്ലാത്ത വിധം വലിയ അന്ധകാരം വന്നുമ്പോൾ നമുക്കൊരു നിൽക്കുന്ന നിപ്പിൽ നിന്ന് ഒന്ന് ചലിക്കാൻ വരെ നമുക്ക് തോന്നില്ല. അത്ര ഭീകരവും ഭയാനകമായ അന്ധകാരമാണ് സൂര്യനില്ലാതെ ആകുമ്പോൾ വരുന്നത് പ്രിയപ്പെട്ടവനെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകുന്നത് ആണവ സ്ഫോടനം അതിൻ്റെ ഭീകരാവസ്ഥയിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടു പോകാം. ഏതോ ഒരു മനുഷ്യനിരുന്ന് എന്തൊക്കെയോ പറയുന്നു, എന്താണാവോ അദ്ദേഹം പറയുന്നത്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിവിടും. പക്ഷേ ഈ സത്യങ്ങൾ തൊട്ടടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ സംഭവങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇനി 1000 വർഷക്കാലം കാത്തിരിക്കണം നമ്മൾ. ഇനി 4500 കാലഘട്ടം, അതിന് 2-2.5 യുഗം കൂടെ, 2000 വർഷം കൂടെ, 2500 വർഷം കൂടെ കഴിയുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് വേണ്ടിയിട്ട് സങ്കല്പിക്കാനല്ല ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് യുഗാന്ത്യത്തിൽ നമ്മൾ എത്തപ്പെട്ട സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ശേഷമുള്ള 2000 വർഷം പൂർത്തിയാകാൻ ഇനി 9 വർഷം കൂടിയുള്ളൂ. അതായത് 2033 എത്താൻ 9 വർഷമുള്ളൂ. അതും 9 വർഷം തീർന്നു, ഇനി 25 8 വർഷമേ ഉള്ളൂ. അപ്പം യുഗാന്ത്യത്തിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളാണിതില്ല. യുഗാന്ത്യത്തോട് കൂടി സംഭവിച്ച് ഇതതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗമെന്ന പരമസത്യത്തെ, അതിൻ്റെ നിർമ്മാണ വസ്തുക്കളെക്കുറിച്ച്, അളവിനെക്കുറിച്ച്, അത് സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ്, അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുക, അപ്പോൾ പ്രപഞ്ചം എങ്ങോട്ടാണ് മാറിപ്പോകുന്നത്, എല്ലാം അതിൻ്റെതായ വചനം എടുത്തു വെച്ച് ശാസ്ത്രീയമായിട്ടും എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ഐസക് ന്യൂട്ടൻ്റെ ഒരു തിയറി, ആ തിയറി വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഈ വസ്തുക്കളെല്ലാം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സ്വർഗം എന്നത് കണ്ടുപിടിക്കപ്പെടാൻ ഈ വചനങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഈ രീതിയിൽ, അപ്പോൾ അതിനുള്ള സൂത്രവാക്യത്തിൽ കൂടെ പോയി ആ വസ്തുക്കൾ കണ്ടെത്തുകയും, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ I = PNR എന്നുള്ള ആ കണക്കുകൂട്ടൽ വെച്ചിട്ട് അതിൻ്റെ മുതലും പലിശയും കണ്ടെത്തുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെയാണ് ഒരു ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ആളുകൾ കണ്ടുപിടിക്കപ്പെട്ട തിയറി അനുസരിച്ച് കണ്ടുപിടിക്കപ്പെട്ടതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ അളവിനെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് ഇതിൻ്റെ ഭാഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞു വിചാരിക്കുക. ഇനി അതിൻ്റെ കുറച്ച് തലങ്ങൾ കൂടെ ഇതിൻ്റെ ചില വെളിപാട് ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും എടുത്ത് ഒരേ വാക്യങ്ങളും എടുത്ത് വ്യാഖ്യാനിച്ച് തരിക എന്ന് പറഞ്ഞാൽ അത് ക്ലാസ്സുകളൊന്നും തീരില്ല പ്രിയപ്പെട്ട. മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ തന്നെ പോകും. കാരണം 1 മണിക്കൂർ വെച്ചെടുത്താലും തീരില്ല. അത്ര നിഗൂഢ രഹസ്യങ്ങളാണ് തെളിയിച്ചത്. അപ്പോൾ നമ്മളിനി ഇവിടെ മനസ്സിലാക്കുന്നത് 6ാമത്തെ കാഹളം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവാണ്. 6ാമത്തെ കാഹളം എന്ന വചനം നമുക്കെടുക്കാം. 5ാമത്തെ കാഹളം, സംരക്ഷണമുദ്ര, വിശുദ്ധ പ്രതിഫലം, 6ാമത്തെ കാഹളം. 6ാമത്തെ കാഹളം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെച്ചിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 9ാം അധ്യായം അതിന് 17ാം തിരുവചനം മുതലാണ്. 17ാം തിരുവചനം മുതൽ 9ാം അധ്യായം 17ാം തിരുവചനം നമ്മൾ ബൈബിൾ എടുത്ത് നോക്കണം. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് വേണം ഇതെല്ലാം വയ്ക്കുക. 17ാം തിരുവചനം അവിടെ എന്താണ് വയ്ക്കുന്നത്? ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരിക്കുന്നവരെയും കണ്ടു. അവയ്ക്ക് തീയുടെയും ഇന്ദ്രനില കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങളുണ്ടായിരുന്നു. കുതിരകളുടെ തലകൾ സിംഹത്തിൻ്റെ തല പോലെ, അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടിരുന്നു. അതെന്താണ് ഈ കാഹളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ 6ാമത്തെ കാഹളം എന്ന വെളിപാട് ഗ്രന്ഥത്തിലെ വചനം എടുത്തു വെച്ച് നമ്മൾ പറയണം. വിശുദ്ധത്തിൽ അന്ന് എനിക്ക് 2016 ശേഷം കർത്താവിൻ്റെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തലിനും കിട്ടുന്ന കാലഘട്ടങ്ങളിൽ ആ വെളിപ്പെട്ട് കിട്ടിയ സമയത്ത് ഞാൻ എഴുതി വെച്ച ഷോർട്ട് ഫോം ചെറിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഷോർട്ടായിട്ട് എഴുതി വെച്ചത്
ചെറുതായിട്ട് ഒരു കോഡ് രൂപത്തിൽ എഴുതി വെച്ചു. അത് പിന്നീട് കർത്താവ് സന്ദേശം നിന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നു വെച്ച് വായിച്ച് അത് വായിക്കുമ്പോൾ ഈ ഇതിനകത്ത് എഴുതി തന്നിരിക്കുന്ന സംഭവം വചനം വെച്ച് ഒത്തു നോക്കുമ്പോൾ കർത്താവ് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചത് അന്നിങ്ങനെയാണ് ചോദിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢ രഹസ്യങ്ങളുടെ പ്രതീകാർത്ഥമുള്ളത് വെളിപാട് ഗ്രന്ഥത്തിലാണ്. അതിനാൽ തന്നെ വ്യാഖ്യാനപരമില്ലാതെ, അതായത് പരിശുദ്ധാത്മാവില്ലാതെ അർത്ഥം ഗ്രഹിക്കാൻ സാധ്യമല്ല. അതിനാൽ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന അർത്ഥങ്ങൾ നാം ഉടൻ തന്നെ മനസ്സിലാക്കണം. കാരണം ലോകാവസാനത്തെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച സൂചക അർത്ഥം, പ്രതീകാത്മക അർത്ഥം, എന്ത്, എന്ന്, എന്തിന്, എപ്പോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. അതിന് തീയ്, ഇന്ദ്രനീലം, ഗന്ധകം, കവചം, പുക എന്നീ 3 കാര്യങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം ഈ 9-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതെപ്പോൾ നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചാൽ 18 അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ മഹാമാരികൾ മൂലം മനുഷ്യരിൽ 3 ഭാഗം മൃതരായി. അപ്പോൾ എന്താണ്? 1 തീയ്, 2 ഇന്ദ്രനീലത്തിൻ്റെ നിറം, 3 ഗന്ധകം അതിനകത്തുണ്ട്, അതിനെ കവർ ചെയ്തിരിക്കുന്ന കവചമുണ്ട്, അതിന് പുകയുണ്ട് എന്ന് പറഞ്ഞാൽ അത് 5ഉം കൂടെ ചേരുമ്പോൾ അത് മൊത്തമായിട്ട് വരുന്നൊരു ഘടനയുള്ളൊരു വസ്തുവാണ് അണുബോംബ്. ഇതിപ്പോൾ ഒരു അണുബോംബിൻ്റെ മിസൈലാണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന് കമ്പ്യൂട്ടർ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മധ്യഭാഗത്തായിട്ട് അണുബോംബിൻ്റെ ന്യൂക്ലിയസിന് അടങ്ങുന്ന ഐസോട്ടോപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള റോക്കറ്റ് സംവിധാനം ഇവിടെ പുറകിലുണ്ട്. അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അണുബോംബ് ഒരു നിലത്ത് വീണ് പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീയും പുകയും ഗന്ധകവും അവിടെ രൂപം പ്രാപിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി കർത്താവ് പറഞ്ഞ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട തിരുവചനത്തിൻ്റെ വസ്തുരൂപമാണ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ആണവ ബോംബുകൾ. വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 19 തിരുവചനം എഴുതിയിരിക്കുന്ന ആണവ വിമാനങ്ങൾ, അതായത് വെളിപാട് 9:19 19-ാമത്തെ പതിനത്തിൽ എഴുതിയിരിക്കുന്നത് ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ്. ആ കുതിര എന്ന് പറയുന്നത് കുതിരശക്തിയുള്ള വിമാനം, 1000 കുതിരയുടെ ശക്തിയുള്ള CC പവറുള്ള എഞ്ചിനുള്ള വിമാനങ്ങൾ. ആ കുതിരയുടെ ശക്തി അതിൻ്റെ വായിലും വാലിലുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വായുഭാഗത്തും ആണവ ബോംബുകൾ, മിസൈലുണ്ട്. അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് പുറകുവശത്തും ആണവ മിസൈലുകൾ ഇങ്ങനെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കർത്താവ് സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി 9:20 അതേ തന്നെ 9-ാമത്തെ അധ്യായത്തിന് 20-ാമത്തെ വചനം വെളിപാട് 10:20 9:20 പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട വിഗ്രഹം എന്നൊരു വചനം എഴുതിയിട്ടുണ്ട്. വിഗ്രഹം 9:20 ആ വിഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ രീതിയിൽ, അതായത് അന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥമല്ല, ഇന്ന് 2024 അതിൻ്റെ അർത്ഥമെടുക്കുമ്പോൾ വിഗ്രഹം എന്ന വാക്കിനർത്ഥം ആധുനിക ലോകം എന്നാണ്. അതായത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. അത് അന്നത്തെ അർത്ഥം വേറെ ആയിരിക്കാം, ഇന്നിൽ നിന്ന് മനുഷ്യന് ഈ വെളിപാട് ഗ്രന്ഥം വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം വേറെ ആയിരിക്കാം. പക്ഷേ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് ഈ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളുടെ കലവറയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ എഴുതി വച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇത് AD 90 കാലഘട്ടങ്ങളിലാണ് ഈ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതി വെക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. BC-യിലുള്ള കാര്യമല്ല, ഇത് AD-യിലുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടാണ് വചനം വായിക്കുക, എങ്കിലും നമുക്കത് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിഗ്രഹം എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടം. അതായത് 2000 ആണ്ടിന് ശേഷം 2033-ാം ആണ്ട് വരെയുള്ള 33 വർഷത്തെയാണ് ഈ ആധുനിക ലോകമെന്നും ഈ വിഗ്രഹമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 9-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ 20-ാമത്തെ വാക്യത്തിൽ അർത്ഥമാക്കുന്നത്. അതിന് പിന്നെ പുറകെ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. മറ്റൊന്നാണ് സ്വർണം. സ്വർണം ഉപയോഗിച്ചാണ് സ്വർഗം പണിതിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ ലോകത്തിൽ സ്വർണത്തിൻ്റെ ഉപയോഗം എന്താണ്? അതിന് ധനമെന്നും വ്യാപാരമെന്നും വയൽ എന്നും അർത്ഥമുണ്ട്. വയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വർണം കുഴിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ, ഈ സ്വർണത്തിൻ്റെ എടുത്തുകൊണ്ട് വരുന്ന സ്ഥലം, അതിനാണ് വയൽ. അതിൻ്റെ വ്യാപാരം, അതിൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ, അതാണ് ധനം അഥവാ പണം. അപ്പോൾ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നു മനസ്സിലാക്കിയാൽ മതി.
വെള്ളിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെള്ളി എന്നതുകൊണ്ട് അത് 9:20 കാര്യങ്ങളാണ് പറയുന്നത്. 9:20 അതിനകത്ത് ഓരോ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കണം. എന്താണ് വെള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് വെള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ ഐറ്റംസ് എന്ന് നമ്മൾ ചിന്തിക്കാം. അതിന് കെട്ടിടങ്ങളെന്നും സ്ഥാനമാനങ്ങൾ. വെള്ളി മെഡൽ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെങ്കല മെഡൽ, സ്വർണ്ണ മെഡൽ, വെള്ളി മെഡൽ, വെങ്കല മെഡൽ. അങ്ങനെയാണ് മെഡലുകൾ നമുക്ക് ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ സ്പോർട്സുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വർണം, 1ാം സ്ഥാനം. 2ാം സ്ഥാനമാണ് വെള്ളി. അപ്പോൾ വെള്ളിയാണ് ഇന്നത്തെ ലോകത്തെ ചലിക്കുന്ന കൊട്ടാരമായ വാഹനങ്ങൾ. അത് വിമാനമായാലും റോക്കറ്റായാലും കാറായാലും എല്ലാം ആ രീതിയിലാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റീൽ, ഇരുമ്പ് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അത് സ്ഥാനമാനങ്ങൾ, അതായത് വെള്ളിക്ക് സ്ഥാനമാനങ്ങൾ എന്നുകൂടി ഒരർത്ഥമുണ്ട്. അത് വെള്ളി മെഡൽ കിട്ടിയ വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. മറ്റൊന്ന് പിച്ചള. ഈ പിച്ചള എന്ന വാക്ക് നമ്മൾ വേറെ സ്ഥലത്തൂടെ പറയുന്നുണ്ട്. അത് ഏഷ്യാപ്രധാന പുസ്തകത്തിലാണ്. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം. പിച്ചളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പിച്ചള ഒരിക്കലും കേടാവുകയോ ദ്രവിക്കുകയോ തുരുമ്പെടുക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. പിച്ചള നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പിച്ചളയുടെ മേലെ ഒരു ക്ലാവ് വന്ന് മൂടും. അതിൻ്റെ കളറങ്ങും മങ്ങും. പക്ഷേ അതിൻ്റെ ഉള്ളിലെ സാധനം നല്ല സ്വർണ്ണം പോലെ ഇരിക്കും, കേടാവില്ല. അതിൻ്റെ പുറത്ത് ഒരു കവറിങ് ഉണ്ടാവും. അതിന് ബൈബിൾ പ്രകാരം ആ പിച്ചള എന്നുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിൽ അർത്ഥമാക്കുന്നത് സൈന്യം എന്നാണ്. ഭരണകൂടത്തിൻ്റെ പട്ടാളം എന്നും ഒരർത്ഥമുണ്ട്. ഭരണകൂടത്തിൻ്റെ പട്ടാളം അഥവാ സൈന്യം. അതിൻ്റെ കാരണം എന്താണ്? ആ കാരണം പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ആ കാരണം എന്ന് വെച്ചാൽ ഭരണകൂടങ്ങൾ മാറി മാറി വരും. 5 വർഷം കഴിയുമ്പോൾ ഭരണകൂടങ്ങൾ മാറി വരും. പക്ഷേ സൈന്യം ഒരിക്കലും മാറുന്നില്ല. സൈന്യം എന്നും അതിനകത്ത് ആളുടെ എണ്ണവും കൂടി, അതിൻ്റെ വണ്ണവും കൂടി, അതിൻ്റെ ഉപകരണങ്ങളും കൂടി എല്ലാം കൂടി 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 1.5 കോടിയുടെ ഒരു വ്യൂഹം ആയിട്ട് ഒരു പട്ടാളം എന്നും അങ്ങനെ നിൽക്കും. ഭരണകൂടം ഏത് മാറിയാലും പട്ടാളം മാറുന്നില്ല. അപ്പോൾ അതിന് കർത്താവ് പറയുന്നത് പിച്ചള കൊണ്ടുള്ളതാണ്. പിച്ചള പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു മങ്ങലും മൂടലുമായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ആവശ്യം നേരത്ത് അതിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് പിച്ചള എന്ന് പറഞ്ഞാൽ സൈന്യം അഥവാ ഭരണകൂടത്തിൻ്റെ പട്ടാളം എന്നാണ്. അടുത്ത് കല്ല് തടി. അതിനകത്ത് പറയുന്നുണ്ട് കല്ല് തടി എന്നിവയിൽ നിർമ്മിക്കപ്പെട്ടതും ആയ വിഗ്രഹങ്ങളെയും ആരാധിച്ചു വരുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തില്ല. അത് നിങ്ങൾ വായിക്കണം പ്രിയപ്പെട്ട വചനം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വചനം തുറന്നു വെച്ച് ഇത് കേട്ടുകൊണ്ട് ആ വചനം വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിഗൂഢാർത്ഥങ്ങളെല്ലാം അപ്പം മനസ്സിലാവും. വളരെ ശക്തമായിട്ട് സ്വർഗത്തെക്കുറിച്ചും ഈ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്ലാസ് ആദ്യം നിങ്ങളൊന്ന് കേൾക്കണം. ഒന്ന് കേട്ടിട്ട് ഒന്ന് കേട്ടതിന് ശേഷം രണ്ടാമത്തെ ഒന്നും കൂടെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വചനം തുറന്നു വെച്ച് ആ വചനം ആദ്യം വായിക്കണം. ആ വചനം വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. എന്നിട്ട് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ നിഗൂഢാർത്ഥങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഒന്നും വെളിപാട് ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. കല്ലും തടി ഉപയോഗിച്ചാൽ വീടുണ്ടാക്കും, നമുക്കറിയാം. അതിന് ശരീരം എന്നും കൂടെ അർത്ഥമുണ്ട്. മനുഷ്യ ശരീരത്തിനെയും കല്ലും തടി എന്ന് കർത്താവ് പറയാറുണ്ട്, ചിന്തിക്കുന്നത്. അതായത് എല്ലും, ഉറപ്പുള്ള എല്ലും മാംസവും എന്നുള്ള കണ്ടീഷനാണ്. ഒരു മരത്തേൽ തടിയുമുണ്ട്, അതിൻ്റെ ഇലയുമുണ്ട് എന്നതുപോലെ തന്നെ കല്ല് തടി എന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്നെ കർത്താവ് പറയുന്നതാണ്. ഒന്ന് വീട് എന്ന അർത്ഥവും വരുന്നുണ്ട്, മറ്റൊന്ന് മനുഷ്യ ശരീരം എന്ന് അർത്ഥമുണ്ട്. 2 അതിനുശേഷം വരുന്നത് കൊലപാതകം. എന്നൊരു വചനമുണ്ട്. ഈ കൊലപാതകത്തെ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതൊന്ന് അബോർഷനാണ്, മറ്റൊന്ന് യുദ്ധമാണ്, അത് കൊലപാതകമാണ്. മന്ത്രവാദം, അത് അന്നത്തെ മന്ത്രവാദമല്ല, ഇന്നത്തെ മന്ത്രവാദങ്ങൾ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മന്ത്രവാദത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പഴയ കാലഘട്ടങ്ങളിൽ പഴയ നിയമഗ്രന്ഥങ്ങളിൽ അന്നത്തെ മന്ത്രച്ചരടുകൾ, മന്ത്രം ചെയ്യുന്ന മന്ത്രവാദിനികൾ, ആഭിചാരക്രിയ ചെയ്യുന്നവരെന്നൊക്കെ പറയുന്നത് അതിൻ്റെ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണ് അവർ ചെയ്യുന്ന ക്രിയെന്ന്. പക്ഷേ അന്നത്തെ മന്ത്രവാദമല്ല ഈ 2024 അർത്ഥമാകുന്നത്. അതായത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ വിശുദ്ധി, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവിക പ്രമാണങ്ങളെ പാലിക്കൽ, അതിനനുസരിച്ചുള്ളൊരു ആത്മീയ പക്വത, അതിനനുസരിച്ചുള്ള പരിശുദ്ധി നിറഞ്ഞ ഒരു പക്വതയോടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ മതി, അവൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മന്ത്രവാദം. അപ്പോൾ അത് ഇന്നത്തെ മന്ത്രവാദം എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മൾ മോഹം കൊണ്ട് അല്ലെങ്കിൽ ചില ഇഷ്ടങ്ങൾ കൊണ്ട്, ചില ഉദാഹരണം പറഞ്ഞാൽ ബ്ലൂ ഫിലിമുകളാവാം, ബ്ലാക്ക് മാസ് കണ്ടുകളാവാം, അല്ലെങ്കിൽ സിനിമയും സീരിയലിന് പുറകെ പോയതാകാം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മേഖലയുള്ള ജോലി തേടിപ്പോയതാവാം,
അതിൻ്റെ കോഴ്സുകൾ പഠിച്ചതാവാം. ഇതെല്ലാം എന്താണ്? ഒരു മന്ത്രവാദമാണ്. ആ മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുക, അവൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുക എന്നുള്ളത്. ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ അവന് നിരാശ കയറും. നിരാശ കയറിയാവുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യും. അപ്പോൾ എന്തായി? മന്ത്രവാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും അതിൽ ആസ്വദിക്കുകയും അതിൽ തൻ്റെ മനസ്സും ശരീരവും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സംഭവത്തിൽ ആ മനുഷ്യനെ നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ മന്ത്രവാദം എന്ന് പറയുന്നത് ഇന്നെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത മോഷണം. ഈ മോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ കയറി കൂടെ പണം എടുക്കുന്നതല്ല മോഷണം. അത് അതിൻ്റെ ഒരു മോഷണത്തിന് ഒരർത്ഥമാണ്. എന്നാൽ ഇന്ന് നമ്മൾ മോഷണം എന്ന് പറയുന്നത് 1 സിനിമകൾ, 2 സീരിയലുകൾ, 3 രാഷ്ട്രീയം, 4 എഞ്ചിനീയറിങ്, ഇതൊക്കെ മോഷണമാണ്. എന്താണ് സംഭവം? ഇപ്പോൾ ഇസ്രായേൽക്കാരുണ്ടാക്കുന്ന ഒരു യന്ത്രം, അത് അതിൻ്റെ ടെക്നോളജി മറ്റു രാഷ്ട്രങ്ങൾ മോഷ്ടിച്ച് അതുണ്ടാക്കുന്നു. അതുപോലെ തന്നെ സിനിമകൾ എവിടെയെങ്കിലും എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആശയം കാണുന്നു, അല്ലെങ്കിൽ മോഡൽ കാണുന്നു, അതെല്ലാം മോഷ്ടിച്ച് കൊടുത്തുകൊണ്ട് അവർ ചൈനക്കാർ ഇന്ത്യയുടെ ലോകത്തിലെ ഓരോ സാധനങ്ങളും അവർ സ്വന്തമായിട്ട് മേഡ് ചെയ്തുണ്ടാക്കുന്നു. പലതും കണ്ട് കേട്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു മോഷണം അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ മോഷണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ 2024 ഈ മോഷണം അതിൻ്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്താലും മോഷണമാണ്. എന്താണ്? സത്യത്തെ പേടിച്ചിട്ട് അസത്യത്തെ എടുത്തു വെക്കുന്നതാണ് മോഷണം എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് ചുരുളേന്ത്യ ദൂതൻ. അതെല്ലാം നിങ്ങൾ വായിച്ചാലേ മനസ്സിലാവുള്ളൂ പ്രിയപ്പെട്ട. ചുരുളേന്ത്യ ദൂതൻ 10 വെളിപാടിൻ്റെ ഗ്രന്ഥം 10-ാം അധ്യായം. എന്താണ് ചുരുളേന്ത്യ ദൂതനെ കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ? അത് മനസ്സിലാക്കണം. പ്രവാചക ഗണത്തിൽ ഇന്ന് ദർശനവരം, വ്യാഖ്യാനവരം ഉള്ള വചനപ്രഘോഷകരെയാണ് ചുരുളേന്ത്യ ദൂതൻ എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തു അല്ല പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. അതായത് ചുരുളേന്ത്യ ദൂതൻ എന്ന് വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അതിൻ്റെ ഹെഡിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാണ് ചുരുളേന്തിയത്, ആരാണ് ചുരുളുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സത്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ ചുരുട്ടി ഒരു വ്യക്തി ഏൽപ്പിക്കുകയാണ്. ഒരു സന്ദേശം, ദൈവിക സന്ദേശങ്ങൾ, ദൈവിക വെളിപ്പെടുത്തലുകൾ, ദൈവിക നിഗൂഢ രഹസ്യങ്ങൾ പ്രവാചകനായ യോഹന്നാനെ ഏൽപ്പിച്ച് പറയുക, ഇതെല്ലാം ഞാൻ എഴുതി മുദ്രമാക്കി നിന്റെ തരുന്നുണ്ട്, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിടിക്കുന്ന വ്യക്തി, ആ വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് ദൂതൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ അർത്ഥം ഇന്നെടുക്കുമ്പോൾ ഇന്ന് പ്രവാചകണത്തിൽ പ്രവചിച്ച് പറയാൻ കഴിയുന്നവർ 2030 എന്തു സംഭവിക്കും, 2033 എന്തു സംഭവിക്കും, യുഗാന്ത്യം എന്തു സംഭവിക്കും, യേശു ക്രിസ്തു എങ്ങനെ വരും എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? അത് പറയാൻ കഴിയുന്ന പ്രവാചകവരത്തോടുകൂടി ഈ സത്യങ്ങൾ അറിഞ്ഞ് പറയാൻ കഴിയുന്നവരെ കർത്താവിന് പ്രവാചകൻ ചുരുളേന്ത്യ ദൂതൻ എന്നാണ് പറയുന്നത്. അതിന് എന്താണ് പറയുന്നത്? ഇന്നത് ദർശനപരമുള്ളവർ, വ്യാഖ്യാനപരമുള്ളവർ, വചനപ്രഘോഷകർ, ഇതെല്ലാം അതിൻ്റെ ഒരു ഗണത്തിൽ വരും. അപ്പോൾ എന്താണ് ചുരുളേന്ത്യ ദൂതൻ എന്ന് പറയുന്നത്? ഇനി അടുത്ത വെളിപാട് 10:7 10:7 വചനത്തിൽ കർത്താവ് എന്താ പറയുന്നത്? രഹസ്യം നിവൃത്തിയാവുക. തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാവും. അപ്പം നിവൃത്തിയാകുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. പടിപടിയായി സംഭവിക്കുക, സ്റ്റെപ്പായിട്ട് സംഭവിക്കുക. പടിപടിയായിട്ട് സംഭവിക്കാൻ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ നിഗൂഢാർത്ഥം വെച്ചാൽ, ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് സംഭവിക്കും, അതിനടുത്ത് സംഭവിച്ചാൽ അതിനടുത്ത് സംഭവിക്കും, അതിനടുത്ത് സംഭവിച്ചാൽ അതിനടുത്ത് സംഭവിക്കും. അപ്പോൾ ഉദാഹരണം നമുക്കറിയാം, യുറേനിയം നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു. അപ്പോൾ അത് കുഴിച്ചെടുക്കുന്ന പ്രക്രിയ ഒന്ന് നടക്കുന്നു. പിന്നെ അതിൻ്റെ യുറേനിയം എന്ന മണ്ണിൽ നിന്ന് അതിൻ്റെ ഘടകത്തെ വേർതിരിക്കുന്നു. അത് ഫാക്ടറിയിൽ സംഭവിക്കുന്നു. അത് വേർതിരിച്ചെടുക്കുന്നതിന് വീണ്ടും അതിന് ചൂടാക്കുന്നു. അതിൻ്റെ ലോഹവസ്തുക്കളെ മാറ്റിയെടുക്കുന്നു. അത് വീണ്ടും 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുന്നു. അതങ്ങനെ പലപടി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, അടുത്ത സ്റ്റെപ്പിൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്. എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇതൊരു അണുബോംബായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന എനർജി. ആ അഗ്നിയിലേക്ക് വരത്തക്ക വിധം അത് പടിപടിയായിട്ട് സംഭവിക്കുന്നതിനാണ് നിവൃത്തിയാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, പടിപടിയായിട്ട് സംഭവിക്കുക, നിവൃത്തിയാകുക. തൻ്റെ പ്രവാചകൻ അറിയിച്ച ദൈവത്തിൻ്റെ രഹസ്യം നിവൃത്തിയാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പടിപടിയായിട്ട് സംഭവിക്കുക. അപ്പോൾ പടിപടിയായിട്ട് സംഭവിച്ചെന്ന് സംഭവിക്കും. ലോകാവസാനം ഉണ്ടാകും, പാതാളം സൃഷ്ടിക്കപ്പെടും, സ്വർഗ്ഗരാജ്യം ഉണ്ടാകും, മരിച്ചവരുടെ ഉയർപ്പുണ്ടാകും, അത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ആകാശം അപ്രത്യക്ഷമാകും, ഭൂമി അപ്രത്യക്ഷമാകും, പ്രപഞ്ചമില്ലാതാകും, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ സംഭവങ്ങൾ നടക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി വച്ച വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇതിങ്ങനെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഗ്രന്ഥം, വെളിപാട് ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ഒരുങ്ങും. അതിനുവേണ്ടിയാണ് പറയുന്നത്. നിവൃത്തിയാകുമെന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കാം. രഹസ്യം, ദൈവം അറിയിച്ച രഹസ്യം. എന്താണ് ഈ രഹസ്യം പ്രിയപ്പെട്ടവരെ? ഈ രഹസ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ ജനനം ഒരു രഹസ്യമായിരുന്നു. അത് പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ജന്മം കൊണ്ട ശിശുവാണ് തൻ്റെ ഉദരത്തിൽ കിടക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ, ദൈവദൂതനും അറിയായിരുന്നു. എന്നാൽ യൗസേപ്പ് തന്നെ അറിയത്തില്ലായിരുന്നു. അതൊരു രഹസ്യമായിരുന്നു. എന്നാൽ ആ രഹസ്യത്തെ പരിശുദ്ധ അമ്മയെ നീ തള്ളിക്കളയേണ്ട, പരിശുദ്ധ അമ്മയെ സ്വീകരിക്കണം,
അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന ദൈവ സന്ദേശം യോസേപ്പ് പിതാവിന് കിട്ടിയപ്പോൾ യോസേപ്പ് പിതാവിന് ആ രഹസ്യം മനസ്സിലായി. ഇത് സാധാരണ ശിശുവല്ല, മനുഷ്യ ബുദ്ധിയിൽ മനുഷ്യ ഇച്ഛയിൽ നിന്ന് ജനിച്ച ശിശുവല്ല, ഇത് സ്വർഗം ഇടപെട്ട ശിശുവാണെന്നുള്ള രഹസ്യം ആർക്ക് മനസ്സിലായി? യോസേപ്പ് പിതാവിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ശിശുവിനെ സംരക്ഷിക്കുവാൻ യോസേപ്പ് പിതാവ് തയ്യാറാവുന്നു. ആ ശിശുവിനെ പോറ്റി വളർത്താൻ മാതാവ് തയ്യാറാവുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന പരമസത്യം, യേശുക്രിസ്തു മനുഷ്യ ശരീരമുള്ള ദൈവം, ആ ദൈവം ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത് വളരെ രഹസ്യമാണ്. അതായിരുന്നു ഒന്നാമത്തെ രഹസ്യം. അതിന് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ചരിത്ര പുരുഷനായ AD BC എന്ന് തിരിക്കപ്പെട്ട ചരിത്ര പുരുഷനായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു അതീവ രഹസ്യമായിരുന്നു. കാരണം പീലാത്തോസും ഹെറോദസും ഒന്നും അറിയരുത്. ഹെറോദസ് അറിയരുത്, അറിഞ്ഞാൽ അപ്പോൾ കൊന്നുകളയും. അതുകൊണ്ട് എന്ത് ചെയ്തു? വളരെ രഹസ്യമായിട്ട്. അതായിരുന്നു ഒന്നാമത്തെ രഹസ്യമെങ്കിൽ, രണ്ടാമത്തെ രഹസ്യം വെളിപാട് ഗ്രന്ഥത്തിൽ രഹസ്യം എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് രണ്ടാം വരവ്. ആ വചനത്തിന് യേശുവിൻ്റെ രണ്ടാം വരവിനെ രഹസ്യം